അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് 10 ദിവസം യാത്ര അവിടെ കഴിയുവാണ്. കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു. താമസിയാതെ തന്നെ ബാക്കി ലക്ഷദ്വീപിലെ കാഴ്ചകളുമായിട്ട് നമ്മുടെ പുതിയ വീഡിയോസ് പുതിയ സ്ഥലങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. നമുക്ക് ഇവിടെ ബൈ പറഞ്ഞെങ്കിലും ലക്ഷദ്വീപിനോട് ബൈ ഇവിടെ പറഞ്ഞു. പക്ഷേ നമുക്ക് പോകാനുള്ള ഷിപ്പ് വരുന്നുണ്ട്. ഷിപ്പിൻ്റെ അകത്തെ കാഴ്ച കൂടെ നമുക്കൊന്ന് ജസ്റ്റ് കയറിയിട്ട് കാണാം. ഇത് നമ്മുടെ ഷിപ്പ് കയറാൻ നിന്നപ്പം കണ്ടൊരു കാഴ്ചയാണ്. അതായത് ഒരു വലിയ കടലാമ്പ് വന്നിട്ട് ഇങ്ങനെ പെട്ട് കിടക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ മറ്റേ വേലി ഇറക്ക സമയത്ത് വെള്ളം ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ആമയ്ക്ക് കൂടെ പോകാൻ പറ്റിയില്ല. ഇനി ഈ പറയുന്ന വെള്ളം കയറി കഴിയുമ്പോൾ അത് പതിയെ തിരിച്ച് കടലോട്ട് തന്നെ പോകും. നമ്മുടെ ഷിപ്പ് അപ്പം വന്നിട്ടുണ്ട്. നമുക്ക് ഷിപ്പിൻ്റെ അതോട് കയറാം. ഇത് സത്യം പറഞ്ഞാൽ ലക്ഷദ്വീപിലെ അവസാനത്തെ പോർട്ടാണ്. ഇവിടെ നിന്നാണ് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം നിറച്ച ആൾക്കാരുണ്ടെന്ന് തോന്നും. ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് അതിൻ്റെ അകത്തുള്ള ക്യാബിനൊക്കെ കാണാം. ഞങ്ങളെന്തായാലും ബുക്ക് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ക്യാബിനുണ്ട്. അതെന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തോട് കയറിയിട്ട് നമുക്ക് നോക്കാം. എല്ലാവരും കൂടി ഇടിപിടിച്ച് കയറുമ്പോൾ ടിക്കറ്റൊന്നും വേണ്ട. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കോറൽ എന്ന് പറയുന്ന ഷിപ്പിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി ഈ ഫസ്റ്റ് ക്ലാസ് ക്യാബിനാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഫെസിലിറ്റി ഒന്ന് നോക്കാം. നമ്മൾ ഈ റൂമിലോട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ 2 ബെഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിംഗിൾ ക്യാബിനാണ്. നമ്മൾ 2 പേര് ബുക്ക് ചെയ്യുന്ന 2 പേരാണെങ്കിൽ ആ 2 പേര് മാത്രമേ ഇതിൻ്റെ അകത്ത് കാണത്തുള്ളൂ. നല്ലൊരു TV ഉണ്ട്. പിന്നെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയൊക്കെയുള്ള കബോർഡ് ഇവിടെയുണ്ട്. ഇതിൻ്റെ വാഷ്റൂമാണ്. ഇപ്പം നമുക്ക് സാധാരണ ഈ ഒരു ബംഗ്ലാസൊക്കെ പോകുമ്പോൾ എല്ലാവരും യൂസ് ചെയ്ത വാഷ്റൂം യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇവിടെ ഫസ്റ്റ് ക്ലാസ്സിന് നമുക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു വാഷ്റൂമുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയുള്ള വാഷ്റൂമാണ്. ഒരു ബാത്ത് ഏരിയ ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റേ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നല്ല കുഷ്യനൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കടലിൽ കൂടെ പോകുന്ന ആണല്ലോ ഷിപ്പ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടുമ്പോൾ നമ്മുടെ ഗ്ലാസ്സൊക്കെ താഴെ പോകാതിരിക്കാൻ വേണ്ടി ഗ്ലാസ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് കടലിലോട്ടൊക്കെ നോക്കി ഇരിക്കാൻ വേണ്ടിയുള്ള ഡയറക്റ്റ് ഒരു വിൻഡോ ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു റൂമിൽ നിന്ന് തന്നെ കടലിൻ്റെ ഒക്കെ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇതിപ്പോൾ ലൈറ്റ് കാണുന്ന ഷിപ്പ് വിട്ടിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇതാണ് നല്ലൊരു ഹോട്ടൽ റൂമിൻ്റെ ഫെസിലിറ്റി. നമുക്കൊരു ഇൻഡിവിജ്വൽ റൂം ഇവിടെ കിട്ടുവാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് റൂം നമുക്ക് ഈ ഷിപ്പിൽ കിട്ടുവാണ്. ഏകദേശം 6600 രൂപയാണ് ഒരാൾക്ക് ഇതിൻ്റെ ചാർജ് വരുന്നത്. പക്ഷേ അത്രയ്ക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നില്ല. ഫ്ലൈറ്റ് ആണെങ്കിൽ ഏകദേശം നമുക്ക് വരുന്നത് ഏകദേശം 5800-5900 ഏകദേശം വരുന്നത്. ഇതാകുമ്പോൾ ഒരു 6300 രൂപ. ഒരു ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് റേഞ്ച് മാത്രം കിട്ടത്തില്ല. അത് മാത്രമാണ് ഒരു പ്രശ്നം. പിന്നെ TV ഉണ്ട്. TV ഒക്കെ കണ്ട് ഇരിക്കും. നമ്മുടെ ഷിപ്പ് ഇതാ പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. നമ്മൾ ആ ഷിപ്പിലോട്ട് കയറിയേക്കുന്ന ആ സംഭവം ഒരു ക്രെയിനിലാണ് അവിടെ വെച്ചിരുന്നത്. അതിങ്ങനെ എടുത്ത് മാറ്റുകയാണ്. എന്താ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള സംഭവം വെക്കാത്തത് എന്ന് ചോദിച്ചപ്പം കിട്ടിയ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ശരിയാണോ തെറ്റാണോ എനിക്കറിയത്തില്ല. കടലിൽ വേലിയിറക്കവും വേലിയേറ്റവും ഒക്കെ ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ തിരമാലയുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന സമയത്ത് ഒരു ഫിക്സഡായിട്ട് പണിത് കഴിഞ്ഞാൽ കയറാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇങ്ങനൊരു സംഭവം അവിടെ ഫിക്സഡായിട്ടുണ്ടാക്കി വെക്കാത്തത് എന്നാണ് പറഞ്ഞത്. അതാണോ അതിൻ്റെ സത്യം എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മുടെ ഷിപ്പ് പോകാൻ വേണ്ടി ഉള്ള എല്ലാ പാസഞ്ചറിനെയും കയറ്റി ഈ ഒരു സംഭവം എടുത്ത് മാറ്റുകയാണ്. നമ്മുടെ ഷിപ്പ് ജസ്റ്റ് ഒന്ന് ആ ഒരു പോർട്ടിൽ നിന്നൊന്ന് നീങ്ങി കഴിഞ്ഞപ്പം ആ ഷിപ്പ് പോകാൻ വേണ്ടിയുള്ള 2-3 പാസഞ്ചറും കൂടെ ഓടി വന്നു. സാധാരണ രീതിയിൽ ഒരു ഷിപ്പൊക്കെയാണ് നിർത്താതെ അങ്ങ് പോകേണ്ടതാണ്. കാരണം ഓൾറെഡി ഈ കയറാൻ വേണ്ടിയുള്ള സംഭവങ്ങളും നമുക്ക് നടന്ന് കയറാനുള്ള പാത്തുമൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കുന്നുണ്ട്, പോകേണ്ടതാണ്. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബോട്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. ആ ബോട്ടിൽ ആളെ കൊണ്ടുപോയി ഷിപ്പെ ഡയറക്റ്റ് കയറ്റാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഷിപ്പ് അങ്ങോട്ട് കുറച്ച് നീങ്ങിയുള്ളൂ. ആ സമയത്ത് തന്നെ ആൾ വരുന്നുണ്ടെന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ അവിടെ നിർത്തിയായിരുന്നു. അപ്പം ഈ ഒരു ബോട്ടിൽ ഇനി ആളെ കൊണ്ട് ഷിപ്പിലോട്ട് കയറ്റാൻ പോവുകയാണ്. ആ ബോട്ട് നമ്മുടെ ഷിപ്പിൻ്റെ അടുത്തെത്തി ആൾ നമ്മുടെ ബോട്ടിലോട്ട് കയറുകയാണ്. അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം വേറെ ഏത് സ്ഥലത്തായാലും ഇപ്പോൾ ഒരു ഷിപ്പ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരിടത്ത് ഫ്ലൈറ്റ് കിട്ടും, അങ്ങനെയുള്ള ഓപ്ഷനിൽ വരാൻ പറ്റും.
ലക്ഷദ്വീപിനെ സംബന്ധിച്ച് നമുക്കറിയാം അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സർവീസാണ്. അതുപോലെ തന്നെ ഈ ഷിപ്പ് എന്നുള്ളതും ലിമിറ്റഡാണ്. എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും എല്ലാ ദിവസവും ഉണ്ടെങ്കിലും ഓൾമോസ്റ്റ് ദിവസങ്ങളെല്ലാം അതിൻ്റെ സീറ്റൊക്കെ ഫുള്ളാണ്. അപ്പോൾ അവർ ചെയ്തൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം എന്തൊരു അത്യാവശ്യത്തിന് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉപേക്ഷിക്കാതെ അവിടെ വെയിറ്റ് ചെയ്ത് അവർ ഡയറക്റ്റ് ഷിപ്പിലോട്ട് കയറുന്നു. എന്തൊരു നല്ലൊരു സംഭവം തന്നെയാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷിപ്പ് ഇതാ ലക്ഷദ്വീപ് തീരത്ത് നിന്ന് പതിയെ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ കൊച്ചിയിലോട്ടാണ് ഈ ഷിപ്പ് വരുന്നത്. പകൽ സമയമാണ് ഈ ഷിപ്പ് പോകുന്നതെങ്കിൽ നമുക്ക് കടലിൻ്റെ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രാത്രി ടൈമാണ്. എവിടെ നോക്കിയാലും ഇരുട്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ബ്ലൂ നിറത്തിലുള്ള വെള്ളമൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നല്ല ഇളം പച്ച വെള്ളവും അല്ലെങ്കിൽ ഇളം ബ്ലൂ വെള്ളമൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ പതിയെ ഷിപ്പിൻ്റെ അകത്തോട്ട് തിരിച്ച് കയറുകയാണ്. ഇനി രാത്രി കിടന്ന് ഉറങ്ങാൻ പോവാണ്. വേറെ ഒന്നും കൂടെ ചെയ്യാൻ ഇല്ല. നേരം വെളുത്തു. രാവിലെ ഒന്ന് ഫ്രഷായി നമ്മളിതാ ഷിപ്പിൻ്റെ പുറത്തിറങ്ങി. ആ ഒരു ഷിപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. രാവിലെ എത്തുമ്പോൾ തന്നെ പല ആൾക്കാർ നേരത്തെ അവിടെ എത്തി സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ആദ്യം കടലിൻ്റെ ഒരു വ്യൂ കണ്ടപ്പോൾ ഒരു 10 മിനിറ്റ് 20 മിനിറ്റൊക്കെ നല്ലൊരു സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് ഒരു ഷിപ്പ് യാത്ര നടത്തുന്നത്. അതിൻ്റെ ഒരു ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഒരു കുറച്ച് കഴിഞ്ഞൊരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പം സത്യം പറഞ്ഞ യാത്ര ഭയങ്കര ബോറിംഗ് എന്നുള്ളൊരു ഫീൽ വന്നു. കാരണം നമുക്കവിടെ വേറെ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഇല്ല, ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല. നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റുള്ള ഷിപ്പല്ലല്ലോ, ഇതൊരു പാസഞ്ചർ ഷിപ്പ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ വേറെ ഒരു സംഭവങ്ങളും ഇല്ല. നമുക്ക് കയറി ഷിപ്പായിരിക്കുന്നു, യാത്ര ചെയ്യുന്നു, ആ ഒരു ഓപ്ഷൻ മാത്രമാണ്. പക്ഷേ ഒരു ഷിപ്പ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് നല്ലത് നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഒരു ഷിപ്പിൽ കയറുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബോറിംഗാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 24 മണിക്കൂറിന് അകത്തില്ലെങ്കിലും ഏകദേശം ഒരു 10-18 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. രാത്രി കയറി കിടന്നുറങ്ങി അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബോറിംഗ് ഫീൽ തന്നെയാണ് ഉണ്ടായത്. പിന്നെ ഒരു കടലിൻ്റെ കാഴ്ചയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നോക്കി നിൽക്കാം എന്നല്ലാതെ പ്രത്യേകിച്ച് അതിൻ്റെ അതൊന്നും അങ്ങനെ എടുത്ത് പറയാനില്ല. നമുക്ക് അധികം ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. കാരണം ഈ പറയുന്ന പോലെ ഷിപ്പിൻ്റെ അകത്ത് ഫുള്ള് ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ റൂം നമ്മൾ കാണിച്ചു തന്നു ഫസ്റ്റ് ക്ലാസ്. നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് ബങ്ക് ക്ലാസ്സാണ്. അതായത് ട്രെയിനിൻ്റെ ഒരു സ്ലീപ്പർ പോലെ തന്നെ മുകളിലും താഴെയായിട്ട് കുറച്ച് ആൾക്കാർക്ക് കിടക്കാൻ പറ്റുന്നതാണ്. അത് ജസ്റ്റ് കൂപ്പ പോലെ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഒരു കൂപ്പയ്ക്കകത്ത് ഏകദേശം ഒരു 10 പേര് 12 പേർക്കടുത്തൊക്കെ കിടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. നമ്മൾ ട്രെയിൻ യാത്രയ്ക്കകത്ത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതും വെച്ച് നോക്കുമ്പോൾ ഉള്ള ബോറടി എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൻ്റെ അകത്ത് ഇടയ്ക്ക് നമുക്ക് നെറ്റും റേഞ്ചൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് സമയം പോകും. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ബോറടിയാണ്. ഈ ഭിത്തി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കേണ്ടി വരും. കുറച്ച് നേരം കപ്പലിൻ്റെ ടോപ്പിൽ പോയി നിൽക്കാം, പിന്നെയും വീണ്ടും താഴെ വന്ന് കിടക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ഷിപ്പിലെ മെസ്സ്. അപ്പം ജസ്റ്റ് ഒരു ഫുഡ് കഴിക്കുകയാണ്. അതായത് മുട്ടയുണ്ട്, മുട്ട പുഴുങ്ങിയതുണ്ട്, അതുപോലെ തന്നെ ചമ്മന്തിയുണ്ട്, ഒരു ബ്രെഡുണ്ട്, പിന്നെ ഒരു ജാമ്, ബട്ടർ, ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിതാ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ലക്ഷദ്വീപ് യാത്ര കഴിഞ്ഞിട്ട് നമ്മുടെ ഷിപ്പ് ഇതാ കൊച്ചിയിലോട്ട് അടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസത്തെ യാത്രയായിരുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. ശരിക്കും ലക്ഷദ്വീപ് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഷിപ്പ് യാത്രയും ഇതോടെ ഇവിടെ തീരുകയാണ്. അപ്പം ലക്ഷദ്വീപ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കി പറയാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഒരു ഓവർ ലക്ഷറിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇപ്പം ലക്ഷദ്വീപിലോട്ട് പോകരുത്. കാരണം ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു മീഡിയം സ്റ്റേ ഒക്കെ മതി. എന്ന് വെച്ചാൽ ഈ ഓവർ ലക്ഷറി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു 4 സ്റ്റാർ കാറ്റഗറി അങ്ങനെയുള്ള ഹൈ കാറ്റഗറി സ്റ്റേ പ്രതീക്ഷിക്കുന്നത്. അല്ല, നല്ല ഹോം സ്റ്റേ ഉണ്ട്. ബീച്ച് സൈഡായിട്ടുള്ള ഹോം സ്റ്റേ ഒക്കെ അവിടെ ഉണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അവിടുത്തെ ഒരു മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഈ ബീച്ച് ആക്ടിവിറ്റീസാണ്. അങ്ങനെയുള്ള സ്കൂബ ഡൈവ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാൻ പറ്റിയ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ ഷിപ്പ് യാത്ര എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷേ ആദ്യം നമുക്ക് കയറുന്ന ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഒരു ഏകദേശം ഒരു മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് മാറും. കാരണം ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷിപ്പ് അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ബാക്കിയുള്ള ലക്ഷറി ഷിപ്പിലൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസും അതുപോലെ നമുക്ക് ഇൻ്റർനെറ്റ് പാക്കും ഒക്കെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് സമയം പോകും. പക്ഷേ ഇതെന്ന് പറയുന്ന ഒരു യാത്രാ ഷിപ്പാണ് നമുക്ക് ലക്ഷദ്വീപിലോട്ട് പോകാൻ വേണ്ടിയുള്ള. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഫെസിലിറ്റി എന്ന് പറയുന്ന ബേസിക് ഫെസിലിറ്റി ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതി ഓക്കെയാണ്. ബാക്കി ഒരു ഓവർ ലക്ഷറി പ്രതീക്ഷിക്കാതിരുന്നാൽ മതി. അപ്പോൾ നല്ല ലക്ഷദ്വീപ് ടൂർ പാക്കേജുകൾക്ക് നമ്മളെ മറക്കാതെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള ടൂർ പാക്കേജുകൾ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.